ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കൊതുകിനെ തുരത്താൻ പറ്റിയ നല്ല 2 ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ചില ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറലായിട്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന 2 ടിപ്പാണ്. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പകുതി ഭാഗം എടുക്കണം. ടിഷ്യൂ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസായാലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടി, ഒരു 1/4 സ്പൂണോളം കാപ്പിപ്പൊടി മതി. ഇത്രയും തന്നെ വേണമെന്നില്ല, ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികമാണ് എടുത്തത്, ഇതിൽ നിന്ന് കുറച്ച് നമുക്കങ്ങ് എടുക്കാം. ഇത്രയും തന്നെ വേണമെന്നില്ല, കുറച്ച് കാപ്പിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല കാപ്പിപ്പൊടി വേണമെന്നൊന്നുമില്ല, എക്സ്പയറി ആയതോ അതോ കുറച്ച് കേടായതോ പഴയ കാപ്പിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ പേപ്പറിൽ നിരത്തി അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഈ പേപ്പർ 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഈ കോർണറും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 കോർണറും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് റോള് ചെയ്ത് എടുക്കണം. ഒരു തിരി പോലെ ആക്കിയെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ന്യൂസ് പേപ്പർ ആണെങ്കിലും പറ്റും, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിലും പറ്റും. ഇതുപോലെ റോൾ ചെയ്ത് ഒരു തിരി പോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ പാത്രത്തിലോ ഒരു വിളക്കിലോ ഇത് വെക്കണം. വെച്ചിട്ട് ഇത് നമ്മൾ സന്ധ്യ നേരങ്ങളിൽ കത്തിച്ച് വെച്ചാൽ മതി. ആ കാപ്പിപ്പൊടിയുടെ നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ സ്മെല്ലിൽ ഒരിക്കലും കൊതുക് നമ്മളുടെ പെരയ്ക്കകത്തേക്ക് വരികയില്ല. കൊതുകിനെ തുരത്താൻ മാത്രമല്ല, പെരയ്ക്കകത്തൊക്കെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയുടെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. ഇപ്പോൾ കുഞ്ഞു കുട്ടികളുള്ളവർക്കും പ്രായമായ വീടുകളിൽ കൂടെയൊക്കെ നമുക്കിത് ചെയ്യാം. കൊതുക് തിരിയോ ഒക്കെ കത്തിച്ച് വെക്കുന്നേക്കാളും നല്ലൊരു ടിപ്പാണിത്. കാപ്പിപ്പൊടിയുടെ നല്ലൊരു ഫ്രഷ് സ്മെല്ലും നമുക്ക് പെരയ്ക്കകത്തൊക്കെ കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സന്ധ്യയാകുമ്പോൾ കൊതുകൊക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് കത്തിച്ച് വെക്കണേ. ഇനി അടുത്ത ടിപ്പ് നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണ് ഈ 2ാമത്തെ ടിപ്പ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടിയത് ഒരു 1/2 സ്പൂണോളം പെരുംജീരകം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പെരുംജീരകം എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ 2ാമത്തെ ടിപ്പ് ചെയ്യുന്നത്. ഇത് പച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര നല്ല റിസൾട്ട് കിട്ടത്തില്ല. അത് കാരണം ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഈ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. കരിഞ്ഞു പോകരുത്, സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുമ്പം ആ പെരുംജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും. കരിഞ്ഞു പോകാൻ പാടില്ല ഒരിക്കലും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ആ സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പം ഇതിനെ നമ്മൾ മാറ്റി ഒരു റോളറിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അത്ര നല്ല നൈസായിട്ട് പൊടിയണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഞാനിപ്പം ഇതുപോലെ ഒരു കല്ലിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇതിൽ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് കാരണം നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സോ ഹെൽത്ത് പ്രോബ്ലംസോ ഒന്നും വരികയില്ല. കുഞ്ഞു കുട്ടികളുള്ളവർക്കും പ്രായമായിട്ടുള്ളവർക്കും ഒക്കെ നമുക്കിത് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കൊതുക് തിരിയൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് ഒത്തിരി രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പെരുംജീരകത്തിനെ നന്നായിട്ടൊന്ന് പൊടിച്ചു. ഒത്തിരി നന്നായിട്ടങ്ങ് പൊടിയണമെന്നൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ഇട്ട് കൊടുക്കുക. തൊലി അതിന് കളയണമെന്നൊന്നുമില്ല. എന്നിട്ട് ആ വെളുത്തുള്ളിയും കൂടെ കൂട്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ച് ഒന്ന് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഈ വറുത്ത പെരുംജീരകവും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കുമ്പോൾ ഒരുമാതിരി ഒരു സ്മെല്ലാണ്. ആ സ്മെല്ല് തന്നെ നമുക്ക് കൊതുകിനെ ഓടിക്കാൻ നല്ലൊരു ടിപ്പാണ്. ഇപ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിളക്കെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പാത്രമോ ഒരു വിളക്കോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും പെരുംജീരകവും ഒരു 1/2 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ നല്ല മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നല്ലതാണ്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വേപ്പെണ്ണയാണ് ബെസ്റ്റ്. വേപ്പെണ്ണ കൊതുകിനെ തുരത്താൻ പറ്റിയൊരു മരുന്നാണ്. വേപ്പെണ്ണ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നല്ലെണ്ണ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ വേപ്പെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. വേറെ ഒരു എണ്ണയും ഉപയോഗിച്ച് അത്ര നല്ല റിസൾട്ട് കിട്ടത്തില്ല. ഞാനിപ്പം വേപ്പെണ്ണ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വേപ്പെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ ആ മിക്സ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ആ വേപ്പെണ്ണ
മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇതിൻ്റെ എല്ലാം ഒരു സ്മെല്ല്, ആ സ്മെല്ല് തന്നെ നമ്മളുടെ കൊതുക് പെരയ്ക്കകത്തേക്ക് വരാൻ ചാൻസേ ഇല്ല. ഇനി ആവശ്യത്തിനുള്ള എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ യോജിപ്പിച്ചെടുക്കണം. ഇനി വിളക്കൊക്കെ കത്തിക്കുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിരി എടുത്തിട്ട് ഇതുപോലെ ഈ എണ്ണയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ വിളക്ക് നമ്മൾ സന്ധ്യ സമയത്ത് വീട്ടിൽ കത്തിച്ച് വെച്ചാൽ മതി. ഒരിക്കലും കൊതുക് പെരയ്ക്കകത്തേക്ക് വരികയേയില്ല, ആ പരിസരത്ത് പോലും വരികയില്ല. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കൊതുകിനെ തുരത്താൻ മാത്രമല്ല, ഇതും നമ്മുടെ പെരയ്ക്കകത്തൊക്കെ നല്ലൊരു ഫ്രഷ് എയർ കിട്ടാനും നല്ല എയറൊക്കെ ഒന്ന് പ്യൂരിഫൈ ആകാനും ഒക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നല്ലതാണിത്. കൊതുക് നമ്മുടെ പെരയ്ക്കകത്തൊന്നല്ല പരിസരത്ത് പോലും വരികയില്ല. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.